എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 25-ാമത്തെ സർഗത്തില് 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് താടക എങ്ങനെയാണ് സുകേതുവിന്റെ മകളായിട്ട് വന്നത്, താടകയ്ക്ക് ആരാണ് ബലം നൽകിയത്, ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി അതിനുശേഷം എന്തൊക്കെയാണ് ഉണ്ടായത്, താടകയുടെ കഥകൾ തന്നെയാണ് പറയണത്. നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. താം തു ബാലാം വിവർദ്ധന്തീം രൂപയൗവനശാലിനീം ജംഭപുത്രായ സുന്ദായ ദദൗ ഭാര്യാം യശസ്വിനീം. താം ബാലാം രൂപയൗവനശാലിനീം ബാലാം വിവർദ്ധയന്തീം. അതൊരു പെൺകുട്ടിയായിരുന്നല്ലോ, അത് നല്ല മിടുക്കത്തിയായിരുന്നു, കാണാനും അതേ വലിപ്പം, ശാരീരിക അവസ്ഥകൾ ഇതൊക്കെ നന്നായിരുന്നു. രൂപ യൗവനശാലിനിയായിട്ട് അതിനെ വളർത്തിക്കൊണ്ടുവന്നു. ചെറിയ കുട്ടിയായിട്ടാണ് സുകേതുവിന്റെ കയ്യിൽ കിട്ടിയതെങ്കിലും സുകേതു വളരെ സാരമായിട്ട് വളർത്തി അത് വലിയൊരു പെൺകുട്ടിയായി തീർന്നു. അതാണ് താം തു ബാലാം വിവർദ്ധന്തീം രൂപ യൗവനശാലിനിയും. അങ്ങനെ വളർന്ന് അവളൊരു നല്ല കന്യാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. നല്ല മിടുക്കത്തിയായി, നല്ല ഭംഗിയുണ്ട്, യൗവനം വന്നു ചേർന്നു. അതീവ സുന്ദരിയായിട്ടുള്ള തന്റെ മകളെ സുകേതു എന്ത് ചെയ്തു? ജംഭപുത്രായ സുന്ദായ യശസ്വിനിയും ഭാര്യാം ദദൗ. അവളെ ഭാര്യയായിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു. ആരുടെ ഭാര്യയായിട്ട്? ജംഭൻ എന്നു പേരുള്ള അസുരന്റെ പുത്രനായിട്ടുള്ള സുന്ദന്റെ ഭാര്യയായിട്ട് ആ താടകയെ സുകേതു വിവാഹം കഴിച്ചു കൊടുത്തു. അപ്പോ ഭർത്താവാണ്, താടകയുടെ ഭർത്താവാണ് സുന്ദൻ. സുന്ദന്റെ അച്ഛന്റെ പേര് ജംഭൻ എന്നാണ്. മറ്റു ചില വ്യാഖ്യാനങ്ങളില് ജർജൻ എന്ന് കാണാനുണ്ട്. പക്ഷെ കുറച്ചും കൂടി എളുപ്പം പറയാൻ ജംഭൻ തന്നെയാണ്. ജംഭൻ കുറച്ചുകൂടി കേട്ടിട്ടുള്ള ഒരു അസുരന്റെ പേരുമാണ്. അങ്ങനെ ജംഭന്റെ പുത്രനായിട്ടുള്ള സുന്ദൻ താടകയെ വിവാഹം കഴിച്ചു എന്നർത്ഥം. എന്നിട്ട് 9-ാമത്തെ ശ്ലോകം നോക്കാം. കസ്യചിത്വഥ കാലസ്യ യക്ഷീപുത്രം വ്യജായത മാരീചം നാമ ദുർധർഷം യശാപാദ്രാക്ഷസോഭവത്. കസ്യചിത്വഥ കാലസ്യ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യക്ഷി എന്ന് പറഞ്ഞാല് താടക, യക്ഷിണി യക്ഷിയൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. യക്ഷി എന്നുള്ളത് കുറച്ചുകൂടി പേടിയാവണ രൂപം ഒക്കെയുള്ള രീതിയിൽ മലയാളത്തിൽ പറയണതാണ്. യക്ഷിണി എന്നുള്ളത് യക്ഷന്റെ പത്നി അല്ലെങ്കിൽ യക്ഷന്റെ സ്ത്രീ തന്നെയായിട്ട് പറയപ്പെടുന്നതാണ്. അവിടെ പേടിയൊന്നുമില്ല, പേടിപ്പിക്കാനുള്ള അവസ്ഥയൊന്നും യക്ഷിണിക്കില്ല. യക്ഷണാദ് അഥവാ രക്ഷണാദ്, നിധിഗൂഹനാദ് രക്ഷ അഥവാ യക്ഷ എന്നാണ്. യക്ഷൻ അങ്ങനെയാണ് ആ പേര് വരണത്. കുബേരന്റെ നിധിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് രക്ഷൻ അഥവാ യക്ഷൻ എന്നുള്ള പേര് വരണത്. ആ യക്ഷന്റെ സ്ത്രീയാണ് യക്ഷി അഥവാ യക്ഷിണി. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് രണ്ടുപേർക്കും, സുന്ദനും താടകയ്ക്കും കൂടിയിട്ട് ഒരു പുത്രനുണ്ടായി. പുത്രം വ്യജായത, പുത്രന് ജന്മം നൽകി. ആ പുത്രന്റെ പേരാണ് മാരീചൻ എന്ന്. അയാള് മാരീചം നാമ ദുർധർഷം. ആ മാരീചൻ എന്ന് പറഞ്ഞാല് അയാളെ ആക്രമിച്ചു തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ശക്തിമാനും ധാർഷ്ട്യമുള്ളവനും അഹങ്കാരിയും ഒക്കെ ആയിട്ടുള്ള ഒരു പുത്രനാണ് താടകയ്ക്ക്. അങ്ങനെയുള്ള ഒരു പുത്രനാണ് താടക ജന്മം നൽകിയത്. ആ മാരീചൻ എന്ത് ചെയ്തു? പിന്നെ ഒരിക്കൽ മാരീചൻ എന്ത് സംഭവിച്ചു? സഹ ശാപാത് രാക്ഷസഃ അഭവത്. ശാപം കൊണ്ട് അവൻ പിന്നീട് രാക്ഷസനായി തീർന്നു. അവൻ മാത്രമല്ല, താടകയും രാക്ഷസിയായി തീർന്നു. താടക യക്ഷിണിയാണെന്നേ പറയണുള്ളൂ, രാക്ഷസ സ്വഭാവം ഒന്നും ഇതുവരെ വർണ്ണിച്ചിട്ടില്ല. അത് പിന്നീടാണ് വരണത്. നമുക്ക് ശ്ലോകത്തിൽ കാണാൻ പറ്റും. അങ്ങനെ കാലം കൊണ്ട് അയാളുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൊണ്ട് രാക്ഷസനായി തീർന്നു ഈ പറഞ്ഞ മാരീചൻ എന്നാണ് വിശ്വാമിത്രൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം, 10-ാമത്തേത്. സുന്ദേതു നിഹതേ രാമ അഗസ്ത്യം ഋഷിസത്തമം താടകാ സഹപുത്രേണ പ്രദർശയിതുമിച്ഛതി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സുന്ദേ നിഹതേ, ഹേ രാമ അല്ലയോ ശ്രീരാമ, സുന്ദൻ കൊല്ലപ്പെട്ടു. ആരാൽ? അഗസ്ത്യന്റെ ശാപം കൊണ്ട് സുന്ദൻ മരിച്ചുപോയി. അഗസ്ത്യനെ ആക്രമിക്കാനൊറ്റ പുറപ്പെട്ടു സുന്ദൻ. അങ്ങനെയാണ് അഗസ്ത്യൻ ശാപം കൊടുത്തത്. ആ ശാപം കൊണ്ട് സുന്ദൻ മരിച്ചുപോയപ്പോൾ അതാണ് സുന്ദേതു നിഹതേ രാമ അഗസ്ത്യം ഋഷിസത്തമം. ഋഷിമാരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അഗസ്ത്യ മഹർഷിയെ, അഗസ്ത്യനെ ആക്രമിക്കാനൊക്കെ ചെയ്തത് കൊണ്ടാവാം അഗസ്ത്യൻ സുന്ദനെ ശപിച്ചത്. ആ ശാപം കൊണ്ട് സുന്ദൻ മരിച്ചുപോയി.
ആ ദേഷ്യത്തില് തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ കൊന്നു എന്നുള്ള ദേഷ്യത്തില് താടകയും മാരീചനും കൂടിയിട്ട് അഗസ്ത്യനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങി. അതാണ് അഗസ്ത്യം ഋഷിസത്തമം. താടക സഹപുത്രേണ, താടക തന്റെ പുത്രനായിട്ടുള്ള മാരീചനോട് കൂടിയിട്ട് പ്രദർശയതും ഇച്ഛതി, ആക്രമിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതായത് തന്റെ ഭർത്താവിനെ അല്ലെങ്കിൽ അച്ഛനെ കൊന്നവനെ ആക്രമിച്ചു വധിക്കും എന്ന് താടകയും പുത്രനും ശപഥം ചെയ്തു. അങ്ങനെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ എന്താ ഉണ്ടായത്? 11ാമത്തെ ശ്ലോകം നോക്കാം. ഭക്ഷാർത്ഥം ജാത സംരംഭ ഗർജന്തി സാഭ്യധാവത ആപതന്തീം തുതാം ദൃഷ്ട്വാ അഗസ്ത്യോ ഭഗവാൻ ഋഷി. അഗസ്ത്യൻ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ, വളരെ ശക്തിമാനായിട്ടുള്ള ഒരു ഋഷീശ്വരനാണ്. അങ്ങനെയുള്ള ആ ഋഷീശ്വരനെയാണ് ഇവര് ഭക്ഷിക്കാനായിട്ട് ചെന്നത്. അതാണ് ഭക്ഷാർത്ഥം, ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ജാതസംരംഭ, ഒരുങ്ങി പുറപ്പെട്ടവളായിട്ടുള്ള ആ താടക ഗർജന്തി സാഭ്യധാവത, ഗർജിച്ചുകൊണ്ട് ആ അഗസ്ത്യന്റെ അടുത്തേക്ക് ഓടി അങ്ങോട്ട് ചെന്നു. സാ എന്ന് പറഞ്ഞാൽ താടക. താടക ക്രുദ്ധയായിട്ട് അഗസ്ത്യനെ വധിക്കാൻ വേണ്ടിയിട്ട്, കടിച്ച് തിന്നാനോ കൊല്ലാനോ ഒക്കെ വേണ്ടിയിട്ട് ഓടി അഗസ്ത്യന്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ വരണത് കണ്ടപ്പോൾ ആപതന്തി തുതാം ദൃഷ്ട്വാ, അങ്ങനെ മേലേക്ക് ചാടി വീഴാൻ തക്കവണ്ണം വരുന്നവളായിട്ടുള്ള ആ താടകയെ കണ്ടിട്ട് അഗസ്ത്യോ ഭഗവാൻ ഋഷി, ഭഗവാൻ അഗസ്ത്യമുനി എന്താണ് ചെയ്തത്? ശപിച്ചിട്ടുണ്ടാവൂലോ. തീർച്ചയായിട്ടും അഗസ്ത്യൻ അതന്നെയാണ് ചെയ്യണത്. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 12ാമത്തെ ശ്ലോകം നോക്കാം. രാക്ഷസത്വം ഭജസ്വേതി മാരീചം വ്യാജഹാരസ അഗസ്ത്യ പരമാമർഷസ്താടകാമപി ശപ്തവാൻ. എന്തൊക്കെയോ ദുരിതങ്ങളും ദുരന്തങ്ങളും ചെയ്തത് കൊണ്ടാണ് സുന്ദനെ അഗസ്ത്യൻ ശപിച്ചതും വധിച്ചതും ഒക്കെ. അതൊന്നും അറിയാതെയാണ് സുന്ദന്റെ പത്നിയായിട്ടുള്ള താടകയും മകനായിട്ടുള്ള മാരീചനും അഗസ്ത്യനെ വധിക്കാനായിട്ട് ചെന്നത്. ആ സമയത്ത് ദേഷ്യം വന്നവനായിട്ടുള്ള അഗസ്ത്യൻ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും വീണ്ടും ശപിച്ചു. അതാണ് രാക്ഷസത്വം ഭജസ്വേതി മാരീചം വ്യാജഹാരസ സഹ അഗസ്ത്യ. ആ അഗസ്ത്യമുനി ഈ മാരീചനെ ശപിച്ചു. എന്താവട്ടെ എന്ന് പറഞ്ഞു? രാക്ഷസത്വം ഭജ, നീ ഒരു സാധാരണക്കാരനായിട്ടുള്ള യക്ഷനായിരുന്നു. ഈ താടകയുടെ പുത്രനായിട്ട് വലിയ ലോകോപദ്രവമൊന്നും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം സ്വഭാവമൊക്കെ മാറി ഈ അഗസ്ത്യനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളത് കൊണ്ട് അഗസ്ത്യന്റെ നേർക്ക് ഓടി വരുന്നവനായിട്ടുള്ള ആ മാരീചനെ രാക്ഷസനായി പോട്ടെ എന്ന് അഗസ്ത്യമുനി ശപിച്ചു. രാക്ഷസത്വം ഭജസ്വ ഇതി മാരീചം വ്യാജഹാര. അതോടൊപ്പം തന്നെ അഗസ്ത്യ പരമാമർഷസ്താടകാമപി ശപ്തവാൻ, അത്യന്തം അമർഷത്തോടു കൂടിയവനായ, ക്രുദ്ധനായ, ദേഷ്യപ്പെട്ടു നിൽക്കുന്നവനായിട്ടുള്ള അഗസ്ത്യമുനി താമപി താടകാമപി ശപ്തവാൻ, അതായത് മാരീചനെ മാത്രമൊന്നുമല്ല ശപിച്ചത്, താടകയെയും ശപിച്ചു. താടകയും അഗസ്ത്യനെ ആക്രമിക്കാൻ ചെന്നൂലോ, അങ്ങനെ ആ ശാപം, അതായത് താടകയെയും ശപിക്കേണ്ടായി, അതുപോലെ മാരീചനെയും അഗസ്ത്യ മഹർഷി ശപിക്കലുണ്ടായി. ആ ശാപത്തിന് ശേഷം എന്താ സംഭവിച്ചത്? പുരുഷാദി മഹായക്ഷീ വികൃതാനന ഇതം രൂപം വിഹായാശു ദാരുണം രൂപമസ്തുതേ. ആ ശാപത്തിന് ശേഷം താടക എങ്ങനെയായി തീർന്നു? പുരുഷാദി മഹായക്ഷി വികൃതാനന, ഏറ്റവും വികൃതയായിട്ട്, കണ്ടാൽ തന്നെ പേടിയാവുന്നത് പോലെയുള്ള ശരീരത്തിന്റെ വലിപ്പവും രൂപവും, നഖങ്ങളായാലും പല്ലുകളായാലും മുഖമായാലും കണ്ണായാലും ഒക്കെ വളരെ ക്രൂരതയുള്ള അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കായി. മാത്രമല്ല വലിപ്പം കണ്ടാൽ തന്നെ ആൾക്കാരെ പേടിച്ചു മരിച്ചു പോവും. അങ്ങനൊരു വൈകൃതത്തിൽ എത്തിച്ചേർന്നു ഈ താടക. അതാണ് ഇവിടെ പറഞ്ഞത് പുരുഷാദി, അതായത് രൂപം ഭാവം കൊണ്ട് മാത്രമൊന്നുമല്ല, അവള് മനുഷ്യരെ തിന്നാൻ തുടങ്ങി. പുരുഷന്മാരെ പുരുഷാദി എന്ന് പറഞ്ഞാല് അത്തി എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ് അർത്ഥം. പുരുഷാദി, പുരുഷന്മാരെ കഴിക്കുന്നവളായി തീർന്നു, ഭക്ഷിക്കുന്നവളായി. വികൃതമായിട്ടുള്ള രൂപം, പ്രത്യേകിച്ച് വികൃതമായിട്ടുള്ള മുഖം, വികൃതാനന. ഇങ്ങനെയാണ് ശപിച്ചത്. ഇതം രൂപം വിഹായ ആശുദാരുണം രൂപമസ്തുതേ സൈഷ ശാപകൃതാമർഷ താടക.
നീ നിന്റെ ഈ സുന്ദരമായിട്ടുള്ള രൂപം ഇന്ന് നമ്മൾ ആദ്യം ചൊല്ലിയ ശ്ലോകത്തിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, സുകേതുവിന്റെ സുന്ദരിയായിട്ടുള്ള പുത്രിയായിരുന്നു താടക. ആ സുന്ദരമായിട്ടുള്ള രൂപങ്ങളൊക്കെ നീ കളഞ്ഞോളൂ, ഇനി ഈ ശാപം കൊണ്ട് അതൊക്കെ ഇല്ലാതെയാവും. അതാണ് ഇതം രൂപം വിഹായ ആശു ദാരുണം രൂപം തേ അസ്തു. ഇപ്പോൾ തന്നെ നിമിഷ നേരം കൊണ്ട് നിനക്ക് ഏറ്റവും ഭീതിതമായിട്ടുള്ള, ആൾക്കാരെ മുഴുവനും പേടിപ്പിക്കുന്ന വിധത്തിലുള്ള രൂപം നിനക്ക് ഉണ്ടാകട്ടെ എന്നിങ്ങനെ സൈഷ ശാപകൃതാമർഷ, ഇപ്രകാരം ആ മഹർഷിയാൽ, അഗസ്ത്യ മഹർഷിയാൽ താടക ശപിക്കപ്പെട്ടു. സൈഷ, ആ അവളാകട്ടെ, താടകയാകട്ടെ, ശാപകൃതാമർഷ, ശാപം കൊണ്ട് ഭയങ്കര ദേഷ്യം വന്നവളായി തീർന്നു, എല്ലാവരോടും അതീവ ക്രുദ്ധയായി തീർന്ന ആ താടക ക്രോധമൂർച്ഛിത, ക്രോധം കൊണ്ട് മോഹം വന്നവൾ, അതായത് മൂർച്ഛയിലെത്തിയവൾ. മൂർച്ഛ എന്നൊക്കെ പറഞ്ഞാൽ മോഹാലസ്യാണ്. ക്രോധം വന്നാൽ നമുക്ക് എന്താ ഉണ്ടാവുക, സ്വാഭാവികമായിട്ടുള്ള വിവേകം നശിച്ചു പോവും. അപ്പോ ഈ ശാപം കൂടി ആയപ്പോൾ ഒന്നും കൂടിയും ദേഷ്യം വന്നിട്ട് എല്ലാ നല്ല ബുദ്ധികളും വിവേകങ്ങളും നശിച്ചവളായിട്ടുള്ള സാ താടക എന്ത് ചെയ്യാൻ ആരംഭിച്ചു? ദേശമുത്സാദയത്യേനം അഗസ്ത്യാചരിതം ശുഭം. അഗസ്ത്യാചരിതം ശുഭം ദേശം ഉത്സാദയതി. ഏനം ദേശം, അഗസ്ത്യന്റെ ജീവിതം കൊണ്ട്, അഗസ്ത്യന്റെ വൃത്തികളെ കൊണ്ട്, വ്യാപാരങ്ങളെ കൊണ്ട് ഏറ്റവും പുണ്യമായി തീർന്ന ഈ പ്രദേശത്തെ മുഴുവനും തന്നെ നശിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ നശിപ്പിക്കലിന്റെ മൂർധന്യമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. മനുഷ്യരാരുമില്ല, ആരെങ്കിലും ആ വഴി പോയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ചു തിന്നും. ഇതൊരു കൊടുങ്കാടായി തീർന്നു. അതാണ് ഉത്സാദയതി. ഈ പ്രദേശം മുഴുവനും താടക ദേഷ്യം കൊണ്ട്, തന്റെ ഭർത്താവിന്റെ മരണം കൊണ്ടും തനിക്കും മാരീചനും കിട്ടിയതായ ശാപം കൊണ്ടും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത ദിവസം കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. താം തു ബാലാം വിവർദ്ധന്തീം രൂപയൗവനശാലിനീം ജംഭപുത്രായ സുന്ദായ ദദൗ ഭാര്യാം യശസ്വിനീം കസ്യചിത്വഥ കാലസ്യ യക്ഷീ പുത്രം വ്യജായത മാരീചം നാമ ദുർധർഷം യശാവാദ് രാക്ഷസോഭവത് സുന്ദേതു നിഹതേ രാമ അഗസ്ത്യമൃഷി സത്തമം താടകാ സഹപുത്രേണ പ്രദർശയിതുമിച്ഛതി ഭക്ഷാർത്ഥം ജാതസംരംഭാ ഗർജന്തി സാഭ്യധാവത ആപതന്തീം തു താം ദൃഷ്ട്വാ അഗസ്ത്യോ ഭഗവാൻ ഋഷി രാക്ഷസത്വം ഭജസ്വേതി മാരീചം വ്യാജഹാരസ അഗസ്ത്യഃ പരമാമർഷസ്താടകാമപി ശപ്തവാൻ പുരുഷാദീ മഹായക്ഷി വികൃതാനനായിദം രൂപം വിഹായാശു ദാരുണം രൂപമസ്തു തേ സൈഷാ ശാപകൃതാമർഷാ താടക ക്രോധമൂർച്ഛിത ദേശമുത്സാദയത്യേനമഗസ്ത്യാചരിതം ശുഭം. അഗസ്ത്യന് ഏറ്റവും അധികം ദേഷ്യം വന്നത് അഗസ്ത്യനെ ഭക്ഷിക്കാനായിട്ടാണ് ഓടി അങ്ങോട്ട് ചെന്നത്. അതാണ് ഭക്ഷാർത്ഥം ജാത സംരംഭ ഗർജന്തി. വെറുതെ പോവല്ല, ഗർജിച്ചുകൊണ്ട്. ആ രാക്ഷസന്മാരുടെ സ്വഭാവം അതാണല്ലോ, ഗർജിക്കുക, കടിച്ചു തിന്നുക, കടിച്ചു കുടയുക, അങ്ങനെയൊക്കെ ഉള്ളത് രാക്ഷസന്മാരാ ചെയ്യുക. അതേ പ്രവൃത്തി തന്നെയാണ് ഈ താടകയും ചെയ്യാൻ പുറപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് അഗസ്ത്യന് കഠിനമായിട്ട് ദേഷ്യം വന്നത്. പരമാമർഷ, കഠിനമായിട്ടുള്ള ദേഷ്യത്തോടു കൂടിയിട്ട് താടകയെ ശപിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.